ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ 2025 JEE ഫസ്റ്റ് ഫേസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു ലെവലും അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് കാണുമായിരിക്കും. അവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും നല്ലൊരു പെർസെൻറ്റേജിൽ കിട്ടിക്കാണും അല്ലേ? എന്നാൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും എന്ത് ചെയ്തിട്ടില്ല, നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല നമ്മുടെ ഈ ഒരു ഫേസിൽ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഫേസ് വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് അടുത്ത വർഷത്തെ JEE നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇത്തവണ വളരെ കുറവേ എനിക്ക് കിട്ടുകയുള്ളൂ, ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടികളാണ് നിങ്ങളെങ്കിൽ അടുത്ത വർഷത്തെ JEE ഒരു സ്കോളർഷിപ്പോട് കൂടി, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി അവസരമാണ് സൈലത്തിൻ്റെ സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഥവാ നമ്മൾ എക്സാറ്റ് എന്ന് പറയും. സോ ഈ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്കൊരു സ്കോളർഷിപ്പോട് കൂടി അടുത്ത വർഷത്തെ JEE ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത് നോക്കുകയാണെങ്കിൽ ഈ എക്സാറ്റ് എക്സാമിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ JEE എങ്ങനെയാണോ എക്സാം പാറ്റേൺ ഉള്ളത് അതേപോലെ തന്നെയായിരിക്കും. നമുക്കറിയാം സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ട്. സെക്ഷൻ ബിയിൽ നേരത്തെ 10 ചോദ്യങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ 5 ചോദ്യങ്ങളേ ഉള്ളൂ. ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ എക്സാറ്റ് എക്സാമും നടക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് നമ്മൾ പറയാം. +2 സിലബസ് ആണ് നമുക്കുള്ളത്. സോ ഓരോ സബ്ജക്റ്റിലെയും സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് കെമിസ്ട്രിയിൽ ഞാൻ വായിക്കാം. ആദ്യത്തെ ഒരു 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ കെമിക്കൽ കൈനറ്റിക്സ്, ദെൻ D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സ്, ദെൻ കോർഡിനേഷൻ, കോമ്പൗണ്ട്സ്. ഇത്രയാണ് കെമിസ്ട്രിയിൽ നമുക്ക് ഈ എക്സാമിന് പഠിക്കാൻ വേണ്ടിയുള്ള ടോപ്പിക്കുകൾ. ദെൻ ഫിസിക്സിലെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഫിസിക്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ആൻഡ് കപ്പാസിറ്റൻസ്, ദെൻ കറണ്ട്, ഇലക്ട്രിസിറ്റി, then moving charges and magnetism, then last വരുന്നത് magnetism and matter എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇനി മാത്തമാറ്റിക്സിൽ ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന് ഉള്ളത് നോക്കാം. സോ ഫസ്റ്റ് വരുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. രണ്ടാമത് വരുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. മൂന്നാമത് മെട്രിസസ്, നാലാമത് ഡിറ്റർമിനൻസ്, ദെൻ അഞ്ചാമത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നീ ചാപ്റ്റർ ആണ്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി എക്സാം ടൈമും അതുപോലെ എക്സാം ഡേറ്റും എന്നാണ് നമുക്ക് നോക്കാം. സോ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 9 2025 ഫെബ്രുവരി 9 സൺഡേ ആണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും നമ്മുടെ എക്സാമിൻ്റെ സമയം. ഈ എക്സാമിൻ്റെ സെൻറ്ററുകളെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കോളർഷിപ്പോട് കൂടി അടുത്ത വർഷത്തെ JEE ക്രാക്ക് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കാം. സോ അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട റിസൾട്ട് അറിയാനായിട്ടും. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണം. സോ ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു അവസരം ഉപയോഗിക്കുക. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക.